തന്നെ പോലെ ധൈര്യം തേടാൻ കൂടെ ഒരാളില്ലായിരുന്നെങ്കിൽ കണിമംഗലത്ത് നിന്നിറങ്ങിയ നിമിഷം ഞാൻ ചിലപ്പോൾ വീണു പോയനെ, അല്ലെങ്കിൽ നാട് വിടുമായിരുന്നു. കഞ്ഞിതാ. എടോ, എനിക്ക് വിശക്കുന്നു, കഞ്ഞി വേണമെന്ന്. ഇനി താൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം കേട്ടോ. മുൻപ് ഞാൻ എപ്പോഴും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമായിരുന്നു, വരുണിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും. പക്ഷെ ഇനി പ്രാർത്ഥന മാത്രല്ല, പിന്നെ മുൻപൊക്കെ എവിടെയെങ്കിലും എന്നെ വിളിച്ചാ ഞാൻ വരാൻ മടിക്കുമല്ലോ. ഇനി മടിക്കില്ല. എവിടെ വിളിച്ചാലും ഞാൻ വരും. കാരണം എന്റെ വരുൺ തളർന്നു പോകാൻ പാടില്ല. വരുൺ തോറ്റാൽ ഞാനും തോൽക്കും, നമ്മുടെ അച്ഛനമ്മമാര് തോൽക്കും, മുത്തശ്ശി തോൽക്കും. അതൊന്നും പാടില്ല. ജയിക്കണം ജയിക്കണം എന്ന തോന്നല് ഓരോ ശ്വാസത്തിലും നമുക്കുണ്ടാവണം. എന്നാലേ പിടിച്ചു കയറാൻ പറ്റൂ. തന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ധൈര്യമൊന്നുമില്ല. നമ്മൾ തമ്മിലൊരു വ്യത്യാസം എന്താണെന്നറിയോ? വരുൺ ഒരുപാട് ഉയർത്തിന്ന താഴേക്ക് വീണത്. ഞാൻ ഇന്നും താഴെ തന്നെയായിരുന്നു, അത്രേ ഉള്ളൂ. ആ ദാ ഇത് കുടിച്ചേ. താങ്ക്സ്. എന്തിന്? വിദേശത്ത് ചെന്ന് അലയുന്ന കൂട്ടത്തിൽ ഈ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങാനും ഇങ്ങനെയൊരാളെ കണ്ടെത്താനും സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്തേനെ. ഇതിപ്പോ വീടും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ജീവിതം കളറാക്കാൻ ഒരാളുണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടായി. ജീവിതം കളറാക്കുന്ന ഒരാള്. പക്ഷേ നമുക്ക് ഈ കളറൊന്നും പോരാ.